നമസ്കാരം. ഞാൻ ഫാത്തിമ ഷമീമ. പ്രധാന വാർത്തകൾ. ആവേശത്തിരയിലെത്തി സ്കൂൾ കലാമേളക്ക് തിരശീല വീണു. MR വാക്സിനേഷൻ ക്യാമ്പ് സ്കൂളിൽ സമാപിച്ചു. വാക്സിനേഷൻ നൽകിയത് 40ഓളം കുട്ടികൾക്ക്. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ജൈവ ഭക്ഷണം ഒരുക്കാനായി കാർഷിക ക്ലബിന്റെ നേതൃത്വത്തിൽ സ്കൂളിൽ കൃഷി ആരംഭിച്ചു. സ്കൂൾ കായികമേള കുട്ടികളുടെ പങ്കാളിത്തം ശ്രദ്ധേയമായി. വാർത്തകൾ വിശദമായി. ആവേശത്തിരയിലെത്തി സ്കൂൾ കലാമേളക്ക് തിരശീല വീണു. മുനിസിപ്പൽ സബ് ജില്ലാ കലാമേളകളുടെ മുന്നോടിയായുള്ള സ്കൂൾ കലാമേള സർഗപ്രതിഭകളുടെ ഉത്സവമായി മാറി. 1 മുതൽ 4 വരെ ക്ലാസുകളിലെ വിദ്യാർത്ഥികൾ ഗംഗ, യമുന, കാവേരി എന്നീ 3 ഗ്രൂപ്പുകളായി തിരിഞ്ഞാണ് സർഗോത്സവത്തിൽ അരങ്ങേറിയത്. സ്കൂൾ കലാമേളയുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച കലാമേളയാണ് ഈ വർഷം നടന്നതെന്ന് പ്രധാനാധ്യാപകൻ മുഹമ്മദ് അഷ്റഫ് സ്ഥിതം വിഷുവിനോട് പറഞ്ഞു. വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ നേതൃത്വത്തിൽ അരങ്ങ് 17 എന്ന പേരിൽ നടന്ന കലാമേള വാർഡ് കൗൺസിലർ ശ്രീ സുബൈർ TP ഉദ്ഘാടനം ചെയ്തു. പിന്നീട് സബ് ജില്ലയിലുമെല്ലാം നമ്മുടെ സ്കൂളിന്റെ അഭിമാനം ഉയർത്തിപ്പിടിക്കുന്ന രീതിയിലേക്കുള്ള മത്സരങ്ങളിൽ പങ്കെടുക്കാൻ കഴിയുന്ന രീതിയിലേക്കുള്ള തുടക്കം സംഘനൃത്തം, ഒപ്പന എന്നീ ഇനങ്ങൾ കലാമേളക്ക് മാറ്റുകൂട്ടി. നിരവധി രക്ഷിതാക്കളും നാട്ടുകാരും അരങ്ങ് ആസ്വദിക്കുവാനായി എത്തി. സ്കൂൾ ഫേസ്ബുക്ക് പേജിൽ കലാമേള തത്സമയം സംപ്രേഷണം ചെയ്തിരുന്നു. വിവിധ ഇനങ്ങളിലായി 1ാം സ്ഥാനം നേടിയ വിദ്യാർത്ഥികൾ മുനിസിപ്പൽ കലാമേളക്കായി തയ്യാറെടുക്കുകയാണ്. റിതം ചാനലിനു വേണ്ടി അഫ്ന PP. MR വാക്സിനേഷൻ ക്യാമ്പ് സ്കൂളിൽ സമാപിച്ചു. വാക്സിനേഷൻ നൽകിയത് 40ഓളം കുട്ടികൾക്ക്. രാജ്യത്തുടനീളം നടത്തുന്ന MR വാക്സിനേഷൻ ക്യാമ്പിന്റെ ഭാഗമായുള്ള സ്കൂൾ തല കുത്തിവയ്പ് സ്കൂളിൽ നടന്നു. ഡോക്ടർ സൈദ് ഫസലിന്റെ നേതൃത്വത്തിൽ നടന്ന ക്യാമ്പിൽ 40 വിദ്യാർത്ഥികൾക്ക് വാക്സിനേഷൻ നൽകി. സ്കൂൾ അധ്യാപികയായ ഉമ്മു ഹബീബ ടീച്ചറുടെ മകൾ അംന ഫാത്തിമയ്ക്ക് വാക്സിനേഷൻ നൽകിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. നമ്മുടെ ഉദ്ദേശം ഏകദേശം ഇന്ത്യയിൽ ഓരോ വർഷവും 50,000 കുട്ടികളോളം മീസിൽസ് ബാധിച്ച് മരിക്കുമെന്നുള്ളൊരു കണക്കാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ മീസിൽസ് നമ്മളിവിടെ മുമ്പുണ്ടായിരുന്ന വസൂരി, അതുപോലെ തന്നെ പോളിയോ തുടങ്ങിയ അസുഖങ്ങൾ നമ്മൾ ഈ ലോകത്തു നിന്നും നിർമ്മാർജ്ജനം ചെയ്തതുപോലെ തന്നെ മീസിൽസ്, റുബെല്ല എന്ന 2 അസുഖങ്ങളെ കൂടി നമുക്ക് നിർമ്മാർജ്ജനം ചെയ്യുകയെന്നതാണ് നമ്മുടെ ഉദ്ദേശം. 2020 കൂടിയിട്ട് അതിൻ്റെ ഭാഗമായിട്ട് ഓരോ സംസ്ഥാനങ്ങളും നടക്കുന്നുണ്ട്. അതിൽ കൂടെ നിങ്ങൾക്കറിയാം, വാട്സപ്പിലൂടെയും യൂട്യൂബിലൂടെയും പലതരത്തിലുള്ള വീഡിയോസ് പ്രചരിക്കുന്നുണ്ട്. എല്ലാം തികച്ചും തെറ്റാണ്. അങ്ങനെ ഒരു പ്രശ്നവുമില്ല. ഇവിടെ നമുക്കറിയാം, ഓരോ കുട്ടികളും കുത്തിവെച്ച് ഇറങ്ങിപ്പോകുന്നത് വളരെ സന്തോഷവും ചിരിച്ചുകൊണ്ടാണ് പോകുന്നത്. അവർക്ക് ഇതുമായിട്ട് യാതൊരു കോംപ്ലിക്കേഷൻസോ സൈഡ് എഫക്റ്റോ ഒന്നും വരുന്നില്ല. വേദനയില്ലാത്ത തൊലിപ്പുറത്ത് നമ്മൾ സാധാരണ ഷുഗറിന്. വാർഡ് കൗൺസിലർ സുബൈർ TP, PTA പ്രസിഡന്റ് മുഹമ്മദ് മുസ്തഫ, PTM ബില്ലു എന്നിവരും സന്നിഹിതരായിരുന്നു. റിതം ചാനലിനു വേണ്ടി അമല്യ. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ജൈവ ഭക്ഷണം ഒരുക്കാനായി കാർഷിക ക്ലബിന്റെ നേതൃത്വത്തിൽ സ്കൂളിൽ കൃഷി ആരംഭിച്ചു. കീടനാശിനിയില്ലാത്ത പച്ചക്കറി ഉപയോഗിക്കുക, വിദ്യാർത്ഥികളിൽ കാർഷിക സംസ്കാരം വളർത്തുക എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തി സ്കൂൾ കാർഷിക ക്ലബിന്റെ നേതൃത്വത്തിൽ കൃഷി വകുപ്പിന്റെ സഹകരണത്തോടെ പച്ചക്കറി കൃഷി സ്കൂൾ ആരംഭിച്ചു. റിതം ചാനലിനു വേണ്ടി അംന ഫാത്തിമ P. സ്കൂൾ കായികമേള കുട്ടികളുടെ പങ്കാളിത്തം ശ്രദ്ധേയമായി. സ്കൂൾ കായികമേള വീറും വാശിയുമായി സ്കൂൾ മൈതാനത്ത് നടന്നു. 3 ഗ്രൂപ്പുകളിലായി നടന്ന മത്സരം പ്രധാന അധ്യാപകൻ മുഹമ്മദ് അഷ്റഫ് ഫ്ലാഗ് ഓഫ് ചെയ്തു. തുടർന്ന് ഗ്രൂപ്പുകളുടെ മാർച്ച് പാസ്റ്റ് നടന്നു. 100 മീറ്റർ, 50 മീറ്റർ ഓട്ടം, ലോങ് ജമ്പ്, റിലേ എന്നീ മത്സരങ്ങളിൽ യമുന ഗ്രൂപ്പ്
ഓവറോളും കാവേരി ഗ്രൂപ്പ് 2ാം സ്ഥാനവും നേടി. റിതം വിഷന് വേണ്ടി നഹിയാൻ.